അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. JKക്ക് ഒരു വീട് വേണം, അത് അന്വേഷിച്ചിട്ടാണ് സുമേഷ് അനന്തൻ്റെ അടുത്തെത്തുന്നത്. അതേപോലെ തന്നെ അവരുടെ അമ്പാട്ടുകാരുടെ സ്വന്തമായ മേനോൻ സാറിൻ്റെ വീടാണ് JKക്ക് വേണ്ടി താമസിക്കുന്നത്. അങ്ങനെ അവരുടെ വാടകക്കരാറും ആ കാര്യങ്ങളെ എല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് JK താമസിക്കുന്ന റിസോർട്ടിലേക്ക് അനന്തനും മുകുന്ദനും കൂടി വരികയാണ് കേട്ടോ. പക്ഷേ JK ആണെന്ന് അനന്തനും മുകുന്ദനും ഒരിക്കലും അറിയില്ല. പിന്നീട് സുമേഷ് പോയിട്ട് JKയോട് പറയണം, നിങ്ങളോട് സംസാരിക്കണം എന്നാണ് അവർ പറയുന്നത്, നിങ്ങളാണല്ലോ താമസിക്കുന്നത്, നിങ്ങൾ നേരിട്ട് സംസാരിക്കണം എന്നാണ്, വാടകക്കരാറിൻ്റെ കാര്യങ്ങളും എല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, ഞാൻ തീർച്ചയായും സംസാരിക്കണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെ നിർബന്ധമുണ്ട് അവർക്ക് എന്നിങ്ങനെ പറയണം. നീ എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമില്ല, ഞാനായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല, സാർക്ക് വേണ്ട പോലെ പറയാമെന്നിങ്ങനെ പറയണം. ശരി, ഞാൻ എന്താ വേണ്ടത് എങ്കിൽ ഞാൻ സംസാരിച്ചോളാം എന്നിങ്ങനെ പറയണം. പിന്നീട് JK അനന്തനെയും മുകുന്ദനെയും കാണാൻ വേണ്ടി പോവുകയാണ്. അതേസമയം അർച്ചന ഓഫീസിൽ വന്നതിന് ശേഷം ദീപ്തിയോട് പറയുകയാണ്, ഞാൻ അച്ചുവിനെ കാണാൻ വേണ്ടി ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, ഞങ്ങളെല്ലാവരും കൂടി പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ദീപ്തിയോട് പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്, യാത്രയിൽ കുറേ ദൂരം മുന്നോട്ട് പോകാനുണ്ട്, അതിൻ്റെ ഇടയിൽ പല വഴിയിലും പലരും ഇറങ്ങും, അതൊന്നും നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം വാടകക്കരാറിൻ്റെ കാര്യങ്ങളും എല്ലാം ദീപ്തിയോട് അർച്ചന സംസാരിക്കുന്നുണ്ട്. അച്ചുവിനെ പോയി കണ്ടില്ലെങ്കിൽ നീ ഒരിക്കലും വിഷമിക്കരുത് എന്നും ദീപ്തി പറയുന്നുണ്ട്. അവൻ രുക്കു പറയുന്നത് മാത്രമേ അനുസരിക്കുകയുള്ളൂ, അതുകൊണ്ടാണ് എന്നിങ്ങനെ ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്. അർച്ചനയ്ക്ക് ആകെ മൊത്തം വിഷമമാണ്. അതിനുശേഷം JK അനന്തനോടും മുകുന്ദനോടും കൂടി കരാറിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ സമയത്താണ് JKയെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തെരിച്ച് പോവുകയാണ് മുകുന്ദൻ. കാരണം സെല്ലിൽ അവർ രണ്ടുപേരും കൂടിയിട്ട് ഒപ്പം ഇരുന്നതാണല്ലോ, അതൊന്നും അറിയാത്ത ഭാവത്തിലാണ് JK അവരോട് സംസാരിക്കുന്നത്.